പുറത്തുള്ള മറ്റാരേക്കാളും നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ ഇന്നർ വോയിസിന് കഴിയും. പക്ഷേ അങ്ങനെ ഒരു വോയിസ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ, അല്ലേ അത് കേൾക്കാൻ പറ്റിയാലല്ലേ വരുന്ന എമോഷൻസ് ഒന്നീ സപ്രസ് ചെയ്യും, അല്ലേ ഡിനേ ചെയ്യും, അല്ലേ ഇഗ്നോർ ചെയ്യും. നമ്മൾ മൈൻഡ് ഇഗ്നോർ ചെയ്യുന്നൊന്നും ബോഡി എങ്ങും കളയുന്നില്ല, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതവിടെ കിടക്കുകയാണ്. ഒരു 6 വയസ്സ് വരെ നമ്മുടെ മൈൻഡിന് 3 തലങ്ങളാണ് ഉള്ളത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഒരു 6 വയസ്സ് വരെ അവിടെ ഒരു ഫിൽട്ടർ ഇല്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഈ ക്ലെൻസിങ് ആണ് ആദ്യത്തെ കാര്യം. ഇന്ന് വേണ്ടത് ക്ലെൻസിങ് ആണ്. എത്ര സന്തോഷമായാലും, ഇപ്പോൾ ഒരു 100 അല്ല 1000 കോടി കിട്ടിയാലും അതിൻ്റെ സന്തോഷം ഒരു മാസം കഴിയുമ്പോൾ തീരും. പിന്നെ അതൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല, ജീവിതത്തിനൊരു അർത്ഥമില്ല, ഫ്രീസായ നിർവികാരത എക്സ്പീരിയൻസ്. എന്തുണ്ടെങ്കിലും ഒന്നും തോന്നുന്നില്ല, എവിടെ കൊണ്ടുപോയാലും ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു, ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ലൈഫ് കോച്ചും അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള പ്രിയ ജെയിംസ് ആണ്. നമസ്തേ. നമ്മൾ ഇതിനു മുമ്പിട്ട് ഒരു ടോപ്പിക്കുമായിട്ട് ഇരുന്നിട്ടുണ്ട്, ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരാത്തൊരു സബ്ജക്റ്റാണ്. ഓരോ മനുഷ്യരും വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്. എവിടെ നിന്നിട്ടാണ് അവരുടെ ലൈഫ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് പോലും അവർക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെ തുടങ്ങി നിരവധി അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരാൾ അയാളുടെ ലൈഫ് ട്രാൻസ്ഫർ ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്? ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മൾ എവിടെ നോക്കിയാലും ഒരുപാട് ഇൻഫർമേഷനാണ്. വിജയിക്കുന്നതിൻ്റെയും ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി. ഒരു ദിവസം ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ സാധാരണ രീതിയിലൊരു ഏജ് വരെ ജീവിക്കുന്നത് സ്വന്തം ഇഷ്ടം കുറച്ച് കാണും, സമൂഹം കുറേ ഇഷ്ടങ്ങൾ നമുക്ക് അടിച്ചേൽപ്പിക്കും, ഫാമിലി അടിച്ചേൽപ്പിക്കും, നമ്മൾ തന്നെ തീരുമാനിക്കും ഇതൊക്കെ ചെയ്താലേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം നമുക്ക് മിഴുങ്ങാനും പറ്റത്തില്ല, തുപ്പാനും പറ്റത്തില്ല, അവിടെ ജീവിക്കാനും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥ വരും. അതെനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് മാം പറഞ്ഞത് നമ്മുടെ ലൈഫ് മാറ്റിമറിച്ചത്. ഇപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് പഠിക്കാനായിട്ട് പോകുന്നു, പിന്നീട് അവിടെ നിന്ന് അവിടുത്തെ മനുഷ്യരെ കണ്ടുകൊണ്ട് ജീവിതം, സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതം ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് അവർക്കൊരു ഇതിൽ നിന്നുള്ള ഒരു മുക്തി ഉണ്ടാകണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയകളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെല്ലാം ഒരു സ്റ്റക്ക് മൊമെന്റിലായിരിക്കും നമ്മൾ ഇതെല്ലാം നോക്കുന്നത്. ഇത്തരത്തിൽ ജീവിതം മാറണം, മാറ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റക്കായിട്ട് നിൽക്കുമ്പോഴായിരിക്കും നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി പോകാനാണ് പറയുന്നത്. ഒളിച്ചോടി ഇപ്പോൾ ഒന്നുമായിട്ടും ഇല്ലാതെ നമ്മൾ ഡിസപ്പിയർ ആവുക, എലോൺ, ഒറ്റയ്ക്ക് ഡിസപ്പിയർ ആയതിനു ശേഷം ഒറ്റയ്ക്കിരുന്ന് പണിയെടുത്ത് റീസ്റ്റാർട്ട് ചെയ്തൊരു ലൈഫ് കൊണ്ടുവരിക. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരാൾ ലൈഫ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഈ ഡിസപ്പിയർ ആകുക എന്ന് പറയുന്നത് ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സാവകാശമാകുക, ഒരു പോസ് എടുക്കുക, ഒരു ബ്രീത്ത് എടുക്കുക. നമ്മൾ ഈ ബഹളം എപ്പോഴും നമ്മൾ ഇന്നർ വോയിസും ഔട്ട്സൈഡ് വോയിസും ലോട്ട് ഓഫ് നോയ്സിൻ്റെ നടുക്കാണ്. ശരിക്കും ഒരാളെ ഗൈഡ് ചെയ്യാൻ അവനവൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇന്നർ വോയിസ് ഉണ്ട്. നമ്മൾ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആ ഇന്നർ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, നമുക്കറിയാൻ പറ്റുന്നില്ല. പുറത്തുള്ള മറ്റാരേക്കാളും നമ്മളെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ ഇന്നർ വോയിസിന് കഴിയും. പക്ഷേ അങ്ങനെ ഒരു വോയിസ് ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ, അല്ലേ അത് കേൾക്കാൻ പറ്റിയാലല്ലേ അതിനനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് ഫോഴ്സ് നമ്മൾ ഈ ചെറുപ്പത്തിൽ മുതൽ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന, അല്ലെ നമ്മൾ അനുഭവത്തിലൂടെയും നമ്മുടെ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ ഒരുപാട് ജഡ്ജ്മെൻറ്റുകൾ, ബിലീഫ്സുകൾ, കാഴ്ചപ്പാടുകളിലാണ് നമ്മൾ വരുന്നത്. കാരണം നമ്മളിലേക്ക് എത്തുന്നതെല്ലാം നമ്മുടെ ബ്രെയിൻ ഒരു ഇൻഫർമേഷനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പം ഏതൊരു പുതിയ സിറ്റുവേഷനിൽ ചെല്ലുമ്പോഴും നമുക്ക് റെഫറൻസ് പോയിൻ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. ബ്രെയിൻ നമ്മളോട് ചോദിക്കും ഇത് സേഫ് ആണോ അൺസേഫ് ആണോ, ഫെമിലിയർ അല്ലാത്തതെല്ലാം അൺസേഫാണ്. ഓരോ അനുഭവത്തിലൂടെ പോകുമ്പോഴും കൂടുതൽ അഡിഷൻ ഇതിലോട് ആഡ് ഓൺ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ 1-2 ഇൻസിഡൻറ്റ് കൊണ്ടല്ല ഇതുവരെയുള്ള യാത്രയിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒട്ടുമിക്കാലും ഒരു 80% ആൾക്കാരും സർവൈവൽ മോഡിലാണ് പോകുന്നത്. ഏതൊരു പ്രശ്നം വന്നാലും അവർക്കതിനെ ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കാനോ അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യാനോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും അത് കടന്നു പോകണമെന്നൊരവസ്ഥയിലാണ് ഇവരൊന്നീ ഫങ്ഷൻ ആകുന്നത്. ഫിയർ, ഗിൽറ്റ്, അല്ലെങ്കിൽ ഡൗട്ട്, ഷെയിം, ഇങ്ങനെയുള്ള ഒരു ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ഈ ഒരു എനർജിയിലായിരിക്കും ഫങ്ഷൻ ആകുന്നത്. നമ്മൾ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 200 താഴെയുള്ള എനർജീസൊക്കെ വളരെ ലോ എനർജീസാണ്. അതായത് കറേജിന് താഴെ. അവർക്ക് തന്നെ
മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് ഒരു കൊട്ടയ്ക്കകത്ത് കിടക്കുന്ന ക്രാബിനെ പോലെ നമ്മൾ എങ്ങനെയെങ്കിലും കയറാൻ വരുമ്പോൾ ഫിയർ വലിച്ച് താഴെയിടും. അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് പോകുമ്പോൾ നമ്മുടെ ഡൗട്ട്, ഷെയിം, ഇതൊക്കെ ഓരോ കാലയിൽ പിടിച്ച് താഴെയിടും. അതായത് ആരാണ് ഇതൊക്കെ ഇങ്ങനെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ഇപ്പോൾ എനിക്ക് ഇത്ര അളവുകോലാണ് നമ്മൾ നിശ്ചയിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഒരു ലൈഫ് എനർജി അല്ല, നമ്മുടെ എല്ലാം എനർജി ആണല്ലോ. നമ്മൾ ഫങ്ഷൻ ആകുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നും ഏത് എനർജിയാണ് അല്ലെങ്കിൽ ഏതാണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പോൾ കൂടുതലും ഫിയർ ആണെങ്കിൽ നമ്മളൊരിക്കലും നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ, എമോഷൻസ് നമ്മൾ സപ്രസ് ചെയ്യുക. നമ്മളെ എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? എമോഷൻസ് ഫീൽ ചെയ്യരുത്, നല്ലതല്ല. വരുന്ന എമോഷൻസ് ഒന്നീ സപ്രസ് ചെയ്യും, അല്ലേ ഡിനേ ചെയ്യും, അല്ലേ ഇഗ്നോർ ചെയ്യും. നമ്മൾ മൈൻഡ് ഇഗ്നോർ ചെയ്യുന്നൊന്നും ബോഡി എങ്ങും കളയുന്നില്ല, നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇതവിടെ കിടക്കുകയാണ്. നമ്മളൊരു പുതിയ സിറ്റുവേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതിനനുസരിച്ചാണ് നമ്മളവിടെ റെസ്പോണ്ട് ചെയ്യുന്നത്. റെസ്പോൺസ് അല്ല, മിക്കവാറും റിയാക്ഷൻസ് ആണ് നടക്കുന്നത്, പൊട്ടിത്തെറികളാണ്. കാരണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാലറിയാം, പണ്ട് നമ്മളൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് വളരെ കാമായിട്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ വരുമ്പം നമ്മൾ പോലും അറിയാതെ പൊട്ടിത്തെറിക്കും. പിന്നീടാണ് നമ്മൾ ആലോചിക്കുന്നത്, ഇത്രയത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ, ഇത്രയും ഞാനൊന്ന് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ ഇതുപോലെ ബ്ലോക്കായി കിടക്കുന്ന അതിൻ്റെ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ ഓരോ അവസ്ഥയിലും വന്നു കഴിയുമ്പം ഒരു സ്റ്റേജിലാകുമ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഫങ്ഷനാകുന്ന ഇതൊക്കെയാണ് നമ്മൾ ഡോമിനേറ്റ് ആയിരിക്കുന്ന കാര്യങ്ങൾ. ഷെയിമായിരിക്കും, ഫിയർ ആയിരിക്കും, ഡൗട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് കിടക്കാനായിട്ട് ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ആവശ്യമാണ്. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരുടെ ഉള്ളിലും ഊർജ്ജമുണ്ട്. അത് സ്വയം ഫങ്ഷൻ ആകുന്ന, അതിന് തണുത്ത് പോയി കിടക്കുക എന്ന് പറയത്തില്ലേ, പടക്കം തണുത്ത് പോയ പോലെ. അത് നമ്മൾ പുറത്തുനിന്നൊന്ന് ചൂടാക്കിയിട്ടൊരു എന്തെങ്കിലും ഒരു തീ കൊടുത്താലേ അതിന് സ്വയം കത്താൻ സാധിക്കുകയുള്ളൂ. ഈ കറേജിന് താഴെയുള്ള ആളുകൾക്കുള്ളിലെ ആ ഒരു ഊർജ്ജം, അതായത് സ്വയം ഫങ്ഷൻ ആകാനുള്ള ഒരു ഊർജ്ജം അവരുടെ കയ്യിലില്ല. അവർ ഈ താഴത്തെയുള്ള ഫ്രീക്വൻസിയിലാണ്. നമ്മളതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതിനെ ഓവർകം ചെയ്ത് പോകുമ്പം അതെങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഫോക്കസ് ഫുള്ള് നെഗറ്റീവ് കാര്യങ്ങളോടായിരിക്കും. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്നാ നടക്കാം, ഇത് ഏറ്റവും മോശമായിട്ട് എന്നാ നടക്കാം, അല്ലെങ്കിൽ ഇത് ഫെയിലിയർ ആവുമോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇത് ഫെയിലിയർ ആവുമോ, മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും പോകുമോ, എനിക്കറിയാവോ, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, ഞാൻ മതിയോ. അല്ലാതെ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമെന്ന് ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ ഇതിനു മുന്നേ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു എന്ന് ഓർക്കുന്നു, ഒരു റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. നമ്മളുടെ ചിന്തകൾ അധികം ഏതിലാണോ, കൂടുതൽ ചിന്തകളും ഏതിലാണോ പോകുന്നത് അതിനനുസരിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മളിലേക്ക് വരുന്നത്, ആളുകളും അവസരങ്ങളും. അപ്പം നമ്മളുടെ എനർജി ലോ ആണെങ്കിൽ നമ്മുടെ തോട്ടും നമ്മുടെ എമോഷനും നമ്മുടെ ബിലീഫ്സ് എല്ലാം അതിനനുസരിച്ചുള്ളതായിരിക്കും. നമ്മുടെ ഫോക്കസ് ഇതിനനുസരിച്ച്. ഇപ്പോൾ ഫിയർ ആണെങ്കിൽ നമ്മളൊരു ഇഷ്യൂ വന്നാൽ അയാൾ പെട്ടെന്ന് പാനിക്കാവും. ചിന്തകൾ എങ്ങനെയുള്ളതായിരിക്കും? ഏറ്റവും മോശമായിട്ടുള്ള ചിന്തകളായിരിക്കും. എങ്ങനെ പരാജയത്തിലേക്ക് പോകും, അല്ലെങ്കിൽ എന്തവിടെ നടക്കാം, ഏറ്റവും മോശമായിട്ട് എന്ത് നടക്കാം എന്നുള്ളതായിരിക്കും. ഡൗട്ടുള്ള ആൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഞാൻ എങ്ങനെ വിജയിക്കുമെന്ന്. അവർക്ക് എല്ലാത്തിനും സംശയമായിരിക്കും. അവരെന്ത് ചെയ്യും? ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കത്തില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം തുടക്കം എവിടെയാണ്? ഈ ഒറ്റപ്പെടലാണോ ഇതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്? ഒറ്റപ്പെടൽ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ വീടുകളിൽ പേരൻസ് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ പെയിനുകളുടെയൊക്കെ ഓരോ കുട്ടികളും അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു ശതമാനം അവർ റിസീവ് ചെയ്യുന്നുണ്ട്. കാരണം ചെറുപ്പത്തിൽ നമ്മൾ പറയാതെ തന്നെ എനർജി വൈസ് കുട്ടികൾ മനസ്സിലാക്കാറില്ലേ, എൻ്റെ അച്ഛൻ വന്നു, എൻ്റെ അമ്മയാണ്. അവരുടെ എക്സ്പ്രഷനിൽ നിന്നും അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും അവരുടെ ആ ഒരു ഫാമിലിയിലുള്ള എനർജിയിൽ നിന്ന് തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഇവരുടെ ബിഹേവിയറിൽ നിന്നും ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നും. പിന്നെ ചില കുട്ടികളോട് നമ്മൾ സാധാരണമായിട്ട് പറയുന്നത് പോലും ഒരു 6 വയസ്സ് വരെ നമ്മുടെ മൈൻഡിന് 3 തലങ്ങളാണ് ഉള്ളത്: കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്. ഈ കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പറയുവാണെങ്കിൽ ഒരു 96 നിന്ന് 98% വരെ നമ്മുടെ ജീവിതത്തെ ഡിസൈഡ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഒരു 6 വയസ്സ് വരെ അവിടെ ഒരു ഫിൽട്ടർ ഇല്ല.
ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫിൽറ്റേഴ്സ് ഉണ്ട്, നമുക്ക് നേരിട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എല്ലാം കടന്നു പോകത്തില്ല. പക്ഷേ ഈ തീരെ കുഞ്ഞു പ്രായത്തിൽ ഈ വീട്ടിൽ നിന്നും ഫാമിലിയിൽ നിന്നും ഒക്കെ കിട്ടുന്ന കാര്യം ഡയറക്റ്റായിട്ട് അവരുടെ ഉള്ളിലേക്ക് പോകുന്നു. അതാണ് അവരെ റൂള് ചെയ്യുന്ന, അവരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്ന, നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആയിട്ട് നിലനിൽക്കുന്നത്. മാമിൻ്റെ അടുത്തേക്ക് വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള, വിഷമങ്ങളുള്ള ആളുകളുണ്ട്, അവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ അടുത്തേക്ക് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ വരാനുണ്ട്. നല്ല പഠിച്ചിട്ട് നല്ല പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ വരാനുണ്ട്. ഹൗസ് വൈഫായിട്ട് അടുത്തത് ചില സമയത്ത് ലൈഫിൽ ഒരു ടൈമിൽ സ്റ്റക്കായി അവരുടെ പഠിപ്പും പ്രൊഫഷനും ഒക്കെ നിന്ന് കുറേ നാൾ ലൈഫ് നോക്കിയിട്ട് പിന്നെ ഒരു നിരാശയിലാകപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. തീരെ ഉറക്കം കിട്ടുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ജീവിക്കുന്നത് എന്തിനാണെന്ന് പോലും യു വോണ്ട് ബിലീവ്. എൻ്റെ അടുത്ത് 2 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് കരഞ്ഞ ആൾക്കാരുണ്ട്. 2 മണിക്കൂർ അവർ ഒന്ന് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല. കാരണം ഇത്രയും നാളും എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ പെയിനുകൾ അവരെ കേൾക്കാൻ ആരുമില്ലായിരുന്നു. അവർക്ക് പറയാൻ, ഇപ്പം വീട്ടിൽ പോയിട്ട് എന്താ അവർക്ക് പറയാൻ കാരണങ്ങളില്ല, എടുത്തു പറയാനുള്ള കാരണങ്ങളില്ല. കാരണം പൈസയുണ്ട്, എല്ലാം ഉണ്ട്, ഹസ്ബൻഡുണ്ട്, പിള്ളേരുണ്ട്, എല്ലാം ഉണ്ട്. എന്തിനാ വിഷമിക്കുന്നത്, എന്തിനാ കരയുന്നത്? അവരുടെ ആ ഉള്ളിലുള്ള പെയിൻ, ആ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും ജഡ്ജ്മെൻ്റ് ഇല്ലാതെ ആദ്യമായിട്ട് കേട്ടത് ഞാനാ നിന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാ കരയുന്നതെന്ന് അവർക്ക് പോലും അറിയാതെ എന്നിട്ട് എന്നോട് ചോദിക്കും, ഇതിനൊക്കെ വല്ല പരിഹാരം ഉണ്ടോ, ഞങ്ങൾ വല്ല രക്ഷയുണ്ടോ? ഇപ്പോഴും ഓർക്കുന്നു, എൻ്റെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് ഇതെൻ്റെ അവസാനത്തെ ട്രയലാണ്, എനിക്ക് ഇനിയും പരീക്ഷിക്കാനൊന്നുമില്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ പോയിട്ടുണ്ട്, കോഴ്സുകൾ എടുത്തിട്ടുണ്ട്, സൈക്കോളജിസ്റ്റുമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ഈവൻ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. ചിലർ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്, ചിലർ എനിക്ക് എന്തെങ്കിലും മെഡിസിൻ എഴുതി തരും, പക്ഷേ അതൊന്നും എനിക്ക് വർക്കൗട്ട് ആവില്ല, അല്ലെ വർക്കൗട്ട് ആകുന്നില്ല. ശരിക്കും അവരെ കേൾക്കുക, അവരുടെ ഉള്ളിലുള്ള ഒരുപാട് നമ്മളൊരു മുറി മുഴുവൻ കുപ്പ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അവിടെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ കുപ്പകൾ ക്ലീൻ ചെയ്ത് കളയണം, ഒരു സ്പേസ് വേണം. അതിനുശേഷം നമുക്കവിടെ എന്ത് ചെയ്യാമെന്നുള്ള ചോദ്യം പോലും ഉള്ളൂ. ഈ ക്ലെൻസിങ് ആണ് ആദ്യത്തെ കാര്യം. ഇന്ന് വേണ്ടത് ക്ലെൻസിങ് ആണ്. കാരണം പണ്ടത്തെ തലമുറകളിൽ നമ്മുടെ കുടുംബത്തിൽ ഒന്നിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും, ആൻറ്റിമാർ, അങ്കിൾമാർ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ കേൾക്കാനുണ്ടായിരുന്നു. ഇന്നതില്ല. പലപ്പോഴും നമ്മളെന്തെങ്കിലും പറയുമ്പോൾ കേൾക്കേണ്ടവർ ഒന്നിൽ അവരുടെ സ്ട്രെസ് കൊണ്ട് അടിച്ചമർത്തും, അല്ലെങ്കിൽ അവർ ഡൈവേർട്ട് ചെയ്ത് വിടും. ഇങ്ങനല്ല, ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എമോഷൻസ് എങ്ങും പോകുന്നില്ല. അത് ആഡോണായി ശരിക്കും ബോംബ് പോലാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും. അവരിങ്ങനെ പൊട്ടാൻ തയ്യാറായിരിക്കുന്നത് പോലാണ്. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ നമുക്കിങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെ ശരിയല്ല, തെറ്റാണ് എന്നാണ് നമ്മളെ ശരിക്കും ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. അത് എക്സ്പ്രസ് ചെയ്യാതെ അതൊരിക്കലും കംപ്ലീറ്റ് ആകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സന്തോഷം വന്നാൽ നമ്മളത് 1-2 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഫീൽ ചെയ്ത് തീരും. അതുകൊണ്ടല്ല എത്ര സന്തോഷമായാലും, ഇപ്പോൾ ഒരു 100 അല്ല 1000 കോടി കിട്ടിയാലും അതിൻ്റെ സന്തോഷം ഒരു മാസം കഴിയുമ്പോൾ തീരും. പിന്നെ അതൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ല. പക്ഷേ സങ്കടം അങ്ങനെയല്ല, ഒരു ട്രിഗർ ആകുന്നു, നമ്മളത് ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷത്തിലിരുന്ന് നമ്മളത് സപ്രസ് ചെയ്യും. ഇത് ശരിയല്ല, ഒന്നേ സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്നാ എടുക്കും, ബൈപ്പാസ് ചെയ്യും. ചിലർ അഫർമേഷൻസ്, ഫോഴ്സ്ഫുള്ളി അഫർമേഷൻസ് പറയും, വേറെ ബിസി ആകും, വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡൈവേർട്ട് ചെയ്യും, പലതിൻ്റെയും പുറകിൽ പോകും, ഇല്ല എന്ന് നമ്മളങ്ങ് ആക്ട് ചെയ്യും. പിന്നെ റിലീജിയസ് ആയിട്ട് പല പ്രോസസ്സുകളും ചെയ്യുമല്ലേ നമ്മൾ ഇങ്ങനെയുള്ള ഇത് ഇല്ലാതാക്കാൻ. കാരണം ആ എമോഷനെ അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഫീൽ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം പബ്ലിക്കിൽ ഡ്രാമ കാണിക്കണമെന്നല്ല, പബ്ലിക്കിൽ ആ സിറ്റുവേഷനിൽ പ്രോപ്പറായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം, ഹോൾഡ് ചെയ്തിട്ട് പ്രൈവറ്റ് സ്പേസിൽ അത് റിലീസ് ചെയ്ത് കളയുക തന്നെ വേണം. അതില്ലാത്തടത്തോളം കാലം ഇതിൻ്റെ പുറത്തോട്ട് കൂടി ഇതൊക്കെ മറ്റു പലയിടത്തും റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങും. റിലേഷൻഷിപ്പിൽ വരാൻ തുടങ്ങും, വർക്ക് പ്ലേസിൽ വരാൻ തുടങ്ങും, കുഞ്ഞുങ്ങളോട് വരാൻ തുടങ്ങും, വലിയ ബ്ലോക്കായിട്ട്, മണി ബ്ലോക്കായിട്ട് വരും. കുറച്ച് കഴിയുമ്പം ഭയങ്കര ഡിപ്രഷൻ എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഒരു അർത്ഥമില്ല, ജീവിതത്തിനൊരു അർത്ഥമില്ല, ഫ്രീസായ നിർവികാരത എക്സ്പീരിയൻസ്. എന്തുണ്ടെങ്കിലും ഒന്നും തോന്നുന്നില്ല, എവിടെ കൊണ്ടുപോയാലും ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഒരു ക്ലയൻറ്റ് പറഞ്ഞു, ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ആയിട്ട് പുറത്തു പോകും, അവർ ചിരിക്കുന്ന കാണുമ്പോൾ ഇറിറ്റേഷനാണ് വരുന്നത്.
അവർ സന്തോഷിക്കുമ്പം നിർത്തുന്നുണ്ടോ, ഭയങ്കര ഇറിറ്റേഷനും ദേഷ്യവും വരും. അവർക്കും മനസ്സിലാവില്ല എന്താണെന്നുള്ളത്, എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് കുറ്റബോധമാണ്, ഭയങ്കര കുറ്റബോധമാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങളോട് പൊട്ടിത്തെറിക്കും. പിന്നെ ഫീൽ വെരി ബാഡ്, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് ഞാൻ പറയുന്നത് ഇതെല്ലാം സ്ത്രീകളുടെ കാര്യമാണ്. ഇതുപോലെ തന്നെ പുരുഷന്മാർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും ഉണ്ട്, കുറച്ച് വ്യത്യാസമായിരിക്കും എന്ന് മാത്രം. ഇവരുടെ ഇതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ള സമാധാനം ഇല്ലാണ്ടാവും. കാരണം എപ്പോഴും ഇവർ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. പതുക്കെ സോഷ്യലി വിത്ഡ്രോൺ ആകാൻ തുടങ്ങും, ആളുകളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. ഇവരെ ആൾക്കാർ ചുമ്മാ നോക്കിയാൽ പോലും എന്നെയാണ് നോക്കുന്നത്, എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നും, ശരിക്കും സംസാരിക്കാൻ പറ്റാറില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ക്ലയൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇവർ വന്ന് നമ്മളൊരു 3 month 1-to-1 സെഷൻ അത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിരിക്കാൻ തുടങ്ങും, സമാധാനം മാറ്റങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. ചില ക്ലയൻസ് വരുമ്പോഴത്തേക്ക് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം റോക്കറ്റ് വിടുന്ന പോലെയാണ്, ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത കാര്യത്തിലോട്ട്, അതായത് ശ്വാസം മുട്ടി. നമുക്കറിയാം അവർ റെസ്റ്റ്ലെസ് ആണ്. അതായത് നമ്മളൊക്കെ വിചാരിക്കുന്ന എന്താ, മൈൻഡ് ശാന്തമായാലെല്ലാം ശാന്തമാകും. അതല്ല, നമ്മുടെ ശരീരം ശാന്തമാകണം, നമ്മുടെ നെർവ് സിസ്റ്റം ശാന്തമാകണം, നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീലാകണം. നമ്മളെല്ലാം പറയുന്നു സ്വീകരിക്കുന്ന മൈൻഡിലൂടെയാണോ സ്വീകരിക്കുന്നത്? അല്ലല്ലോ, ത്രൂ ബോഡിയല്ലേ. ഒരിക്കലും ആരും അതിനെ കൺസിഡർ ചെയ്യുന്നില്ല, ബോഡിയെ ഹീല് ചെയ്യാൻ അനുവദിക്കുന്നില്ല, അതിനുള്ള സ്പേസ് കൊടുക്കുന്നില്ല, നമ്മൾ സപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇത് മാജിക്കോ അല്ല മന്ത്രമോ ഒന്നുമല്ല, നമ്മുടെ സിസ്റ്റം ഇങ്ങനെയാണ്. ആ സിസ്റ്റം എങ്ങനെയാണെന്ന് അറിഞ്ഞിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പ്യൂട്ടർ തന്നെ നോക്കുകയാണെങ്കിൽ ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായ ഒരു ലാംഗ്വേജ് ഉണ്ട്. നമ്മുടെ ബോഡിക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് പറഞ്ഞാലേ ബോഡിക്ക് മനസ്സിലാവുള്ളൂ. നെർവ് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പറയും കാം, റിലാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ആകുമെന്നാണ്. ബോഡി റിലാക്സ് ആകില്ല. നെർവ് സിസ്റ്റത്തിന് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, റിലാക്സ്, ഞാൻ ത്രെട്ടിലല്ല, ഞാൻ അപകടത്തിലല്ല, ഞാൻ സേഫാണെന്ന്. അതേപോലെ സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താലേ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളിൽ കിടക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ അഫർമേഷൻസും മോട്ടിവേഷൻസും ഒന്നും വർക്കൗട്ട് ആകാത്തത്. കേട്ടിട്ടില്ലേ, വർഷങ്ങളോളം മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു റിസൾട്ടും ഇല്ല. ആദ്യം എന്തോ 1-2 കിട്ടി, പിന്നെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓരോന്നിനും അതിൻ്റേതായ രീതികളും അതിൻ്റേതായ ലാംഗ്വേജും ഉണ്ട്. ആ ഒരു രീതി ലാംഗ്വേജ് അറിഞ്ഞ് ക്ഷമയോടെ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ഈ പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്.